ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെ ആദ്യ സംഭവമായിട്ട് സ്പെഷ്യൽ സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം എന്ത് സംഭവം ചിക്കൻ കറിയില്ലേ, ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ വീട്ടിൽ ചിക്കൻ കറി ഉണ്ടാക്കാന്ന് ഞങ്ങൾ ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ എന്തായാലും ഫുൾ ആയിട്ട് കാണാം. ചില സംഭവങ്ങളൊക്കെ ഇടയ്ക്കാണ് പറയുന്നത്, അതുകൊണ്ട് എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കാണാം. അപ്പം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണിച്ചാൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയാൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എത്തുന്നതാണ്. പിന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതിന്റെ ടോപ്പിക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാ, ലൈക്ക് ചെയ്യാൻ പറയാ. പിന്നെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും എന്നിട്ട് ഫുള്ള് സ്കിപ്പ് ചെയ്യാനൊന്ന് കാണുക. ഞങ്ങളൊരു ഗ്രോയിങ് ചാനലാണ്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. എന്തായാലും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഓക്കെ ബൈ. നമ്മളിതവിടെ ചിക്കനൊക്കെ പുരട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാതാ ചിക്കൻ പുരട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്കൊരു പാത്രം ആദ്യം വെക്കാം ഗ്യാസിക്ക്. അപ്പോൾ പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് എന്തായാലും ഫ്ലെയിം കുറച്ചൊന്ന് ഹൈ ആക്കി വെക്കാം. നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്, ഓയിലൊന്നുമല്ല ഉപയോഗിച്ചത്. നമ്മൾ ഫ്ലെയിം ഹൈ ആക്കി വെച്ചിട്ട് ഇത് ചൂടാവുന്നവരെ, എണ്ണ ചൂടാവുന്നവരെ ഒന്ന് കാത്തിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എണ്ണ അതാ ചൂടായിട്ടുണ്ട്. ചെറുതായിട്ട് പുകയൊക്കെ വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ഉള്ളി ഇടാം. നമ്മൾ നേരെ അതിലേക്ക് ഉള്ളി ഇടാൻ പോവാണ്. ഉള്ളി ഇട്ടു. ഉള്ളി ഫുള്ള് ഇട്ടതിന് ശേഷം ഉള്ളിക്ക് ചില സ്ഥലത്ത് സവാള എന്നാണ് പറയുക, ഞങ്ങളിവിടെ ഉള്ളി എന്നാണ് പറയുക. എന്തായാലും നമുക്കിത് ഉള്ളി ഒന്ന് നല്ല ഒന്ന് വാടുന്നവരെ, ഒരു ബ്രൗണിഷ് കളറാവുന്നവരെ നമുക്ക് എന്തായാലും ഒന്ന് ഇളക്കിയും കൊണ്ട് നിൽക്കാം. അപ്പോൾ നിങ്ങൾ സിമ്മിലിട്ട് ഇളക്കുകയാണെങ്കിൽ അങ്ങനെ മതി. നിങ്ങൾക്കൊരു വേമ്പേ ഇളക്കാൻ പറ്റുകയാണെങ്കിൽ ഫ്ലെയിം ഫുള്ളാക്കിയിടാം. അപ്പോൾ ഞങ്ങളിത് അവിടെ ഫ്ലെയിമൊക്കെ ഫുള്ളാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഉള്ളി ബ്രൗൺ കളറായിട്ട് നമുക്ക് കാണാം. അതുവരെ നമുക്ക് കുറച്ച് നേരം ഒന്നിങ്ങനെ ഇളക്കിയും കൊണ്ട് നിൽക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഇതാ വാടി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിലേക്ക് ഇടാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നമുക്കൊന്ന് നല്ല ഇളക്കണം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെയാണ് നമ്മളിത് ഇളക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഉള്ളി നമ്മൾ പച്ചമണം മാറുന്നവരെ ഇളക്കുക. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ അവിടെ കുറച്ച് പ്രകൃതി ദുരന്തങ്ങളൊക്കെ നടന്നുണ്ട്. ഞങ്ങളവിടെ അടുത്ത് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇന്നലെ ഒരു പ്ലെയിന് ഇതിന്ന് ടേബിൾ ടോപ്പ് വിമാനത്താവളമായതുകൊണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് വീണു. 34 അടി താഴ്ചയിലേക്കാണ് പ്ലെയിന് വീണത്. അപ്പോൾ അതിലത്തെ യാത്രക്കാർക്കൊക്കെ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. 2 പൈലറ്റുമാർ അപ്പം തന്നെ മരിച്ചു എന്നാണ്. ഒരു പൈലറ്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് മരിച്ചതെന്ന് ന്യൂസിൽ കേട്ടു. 23 പേര് ആശുപത്രി വിട്ടുവെന്നു ഇപ്പോൾ ന്യൂസ് ഞാൻ കണ്ടു. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. 19 പേര് മരിച്ചു എന്നും ഞാൻ ന്യൂസിൽ കണ്ടു. ഭയങ്കര ഒരു സംഭവമായി നമ്മളത്. പിന്നെ നമ്മുടെ ഇടുക്കിയിൽ രാജമല എന്ന സ്ഥലത്ത് മൂന്നാറിൽ ഉരുൾ പൊട്ടി. അപ്പോൾ അങ്ങനെ കുറേ പേർക്ക് വീടൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടും കുറച്ച് പ്രാർത്ഥിക്കുക. പിന്നെ നമ്മുടെ വെള്ളപ്പൊക്കം വന്നിട്ട് വീട് ഇതായവരൊക്കെ എല്ലാവരും വിചാരിച്ചിട്ട് നിങ്ങൾ കുറച്ച് നേരം പ്രാർത്ഥിക്കുക. അപ്പോൾ അതൊക്കെ തന്നെയുള്ളൂ. നമ്മളെ ഇതിനി വാടാൻ നമ്മൾ കാത്തിക്കുകയാണ്. അപ്പം ഇനി വാടിയിട്ട് നമുക്ക് കാണാം. അപ്പം ഞങ്ങളിതവിടെ കുറച്ച് കരിവേപ്പില ഇതിലിടുന്നുണ്ട്. കറി കഴിഞ്ഞിട്ടും കറിവേപ്പില ഇടും. അപ്പോൾ കുറച്ച് ടേസ്റ്റിനാണ് അത് ഇടുന്നത്. ചില സ്ഥലത്തേക്ക് വേപ്പില എന്നും പറയും. തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ വേപ്പില എന്നാണ് കറിവേപ്പിലേക്ക് പറയുക. ഞങ്ങളിവിടെ കറിവേപ്പില എന്ന് തന്നെയാണ് പറയുക. നമ്മൾ കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് ഇളക്കിയതിൻ്റെ ശേഷം നമ്മളൊന്ന് മസാല ചേർത്ത് കൊടുക്കണം. നമ്മൾ മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 1 സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ഇതിൽ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത്രയും കൂടി ഇടാം. അതൊക്കെ നിങ്ങളെ ഓപ്ഷൻ പോലെ. എന്നിട്ട് കുറച്ച് നേരം നല്ല ഇളക്കുക. അതിൻ്റെ ശേഷം നമുക്ക് മുളക് പൊടി ഇടാം.
അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇടാൻ പോണത് മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇടാം. ഞങ്ങളിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. അതിൽ കുറച്ചും കൂടി കൂടുതലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ളതനുസരിച്ച് ഇടാം. ഇനി നമുക്ക് മുളക് പൊടി ഇട്ടിട്ട് ഇത്തിരി നേരം ഇളക്കണം. അപ്പോൾ നമ്മളിതാ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നല്ലോണം വാട്ടി ഏകദേശം ഇതാ ഇങ്ങനൊരു രൂപമായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനൊരു രൂപമായാൽ അതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് തക്കാളി ആണ് ഇടുന്നത്. തക്കാളി ഇപ്പോൾ ആദ്യം ഇതാ മുറിച്ച തക്കാളിയാണ് ഇടുന്നത്. നമുക്ക് ആദ്യം തക്കാളി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വാടണ വരെ നമുക്കൊന്ന് കാത്തിക്കാം. അപ്പോൾ നമ്മളെ തക്കാളി ഇതാ വാടി ഒക്കെ റെഡിയായി. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ഒന്ന് ജ്യൂസ് അടിച്ചാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തക്കാളി ജ്യൂസ് അടിച്ചിടുന്നത്. നിങ്ങൾ കൊഴുപ്പ് അല്ല വെള്ളം പോലെയാണ് കറി വേണമെന്ന് വെച്ചാൽ ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ല. തക്കാളി ജസ്റ്റ് മുറിച്ചിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു മിനിമം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അല്ലാതെ ഫുള്ളാക്കൊന്നും വേണ്ട. ജസ്റ്റ് മിനിമം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി അടി പിടിക്കുകയൊന്നുമില്ല അങ്ങനെ വെക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഇളക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ തക്കാളിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് അതിലേക്ക് ചിക്കൻ ഇടാൻ പോവാണ്. ചിക്കൻ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടിയൊക്കെ ഇട്ട് പുരട്ടി വെച്ചതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചിക്കൻ ഉണ്ടാക്കുന്നതിന് മുന്നേ കുറച്ച് നേരം മുന്നേ പുരട്ടി വെച്ചിട്ട് ഇടണതാണ് നന്നാവുക. പിന്നെ ചിക്കനിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. കറിയിലിടണമെന്നില്ല. ഉരുളക്കിഴങ്ങ് ചിക്കനിൽ ആദ്യം തന്നെ പുരട്ടി വെക്കുമ്പോൾ ഇട്ടാൽ മതി. പിന്നെ ചിക്കൻ നിങ്ങൾക്ക് നല്ല നീറ്റായി കിട്ടണമെങ്കിൽ കുറച്ച് സുർക്ക ഒഴിച്ചാൽ മതി. ചിക്കൻ നമുക്ക് നല്ല നീറ്റായി കിട്ടും. നമ്മുടെ സുർക്ക ഒഴിച്ചതെന്ന് പറഞ്ഞാൽ ഗുണം എന്താ അറിയോ? ബ്ലഡ് നമ്മുടെ ചിക്കനിലുള്ള ബ്ലഡൊക്കെ അല്ലേ, ചില സൈഡിലുള്ള ബ്ലഡൊക്കെ അതൊക്കെ വേഗം പോകുമെന്നാണ് പറയുക. അപ്പോൾ എന്തായാലും നല്ല ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ സുർക്ക ഒഴിച്ചാൽ നിങ്ങൾക്ക് ബ്ലഡൊക്കെ പോക്കാൻ ഇത്തിരി സുഖമാവും. പിന്നെ ചിക്കനിന് നല്ലൊരു ഷൈനിങ്ങും കിട്ടും. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. നമുക്ക് നല്ലോണം ഇളക്കാം. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. നമ്മളിതാ ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. കുറച്ചും നല്ലോണം വെള്ളമുള്ള കറി ആയിക്കോട്ടെ വെച്ചിട്ടാണ് 2 ഗ്ലാസ് ഒഴിക്കുന്നത്. അപ്പം എന്തായാലും 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇനി നമ്മൾ നല്ലോണം ഇളക്കണം. നല്ല അടിപൊളിയായിട്ട് ഇളക്കണം. അപ്പോൾ 2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു. അപ്പം ഇനി നല്ലോണം തിളയ്ക്കണം. നല്ലോണം തിളച്ചതിൻ്റെ ശേഷം ഒന്ന് മറ്റേ ഫ്ലെയിം ഫുള്ളാക്കിയിട്ട് അടച്ചു വെക്കുക. അപ്പോൾ നല്ലോണം റെഡിയാവും. ഫ്ലെയിം കുറച്ചിട്ട് അടച്ചു വെക്കുക കേട്ടോ. സോറി, ഫ്ലെയിം കൂട്ടിയിട്ടല്ല, ഫ്ലെയിം കുറച്ചിട്ട് അടച്ചു വെക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇനി വെള്ളം ഒഴിക്കുകയാണെങ്കിൽ എപ്പോഴും ചുടുവെള്ളമാണ് ഒഴിക്കേണ്ടത്, അല്ലെങ്കിൽ ചിക്കൻ കറീൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നമുക്ക് ചിക്കൻ കറി ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ ഇവിടെ ചിക്കനൊക്കെ നല്ല ഇങ്ങനെ തിളക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി കുറച്ച് കുരുമുളക് പൊടി ഇടാം. കുരുമുളക് ഞങ്ങൾക്കിവിടെ നാടൻ കുരുമുളകുണ്ട്. അപ്പോൾ അത് ചതച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കുരുമുളക് പൊടി ഉപയോഗിച്ചാലും മതി. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഇട്ടിട്ട് നല്ലൊന്ന് ഇളക്കണം. ഇളക്കിയിട്ട് ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് സിമ്മാക്കാം. അപ്പം എന്തായാലും ഇതൊന്ന് ഇത്തിരി വെള്ളം വരും എന്തായാലും, മറ്റേ വേവുന്നതിനനുസരിച്ചിട്ട് ചിക്കനിൽ നിന്ന് വെള്ളം എന്തായാലും വരും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് ഒന്ന് സിമ്മാക്കി വെക്കാം. നമ്മളിതാ കുറച്ച് നേരം അടച്ചു വെച്ച് സിമ്മിലൊക്കെ ഇട്ടിട്ട് ഇനി നമ്മളിത് തുറക്കുകയാണ്. അപ്പോൾ നല്ലോണം അടിപൊളിയായിട്ട് അവിടെ തിളച്ചിട്ടുണ്ട്. ഉഷാറായി ഇവിടെ തിളക്കുന്നുണ്ട്.
പിന്നെ അതിലേക്ക് നമ്മൾ ഇനി നാളികേരക്കൊത്താണ് ഇനി ഇടാൻ പോണത്. നാളികേരക്കൊത്തിട്ടാൽ എന്തായാലും നല്ലൊരു ടേസ്റ്റ് വരും അതിലേക്ക്. നമ്മളിനി നാളികേരക്കൊത്ത് ഇടാൻ പോവാണ്. നാളികേരക്കൊത്തിട്ടിട്ട് ഇളക്കണം എന്നൊന്നുമില്ല, അങ്ങനെ മുകളിൽ കിടക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് അത് അങ്ങനെ വെന്തോളും. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ. ഇനി നമുക്ക് പുതിന കരിവേപ്പിൻ്റെ ഇലയൊക്കെ ലാസ്റ്റ് ഇടാണ്ട്, അപ്പം അതും കൂടി കാണിക്കാം. എന്തായാലും ഇനി പുതിനയും മല്ലിച്ചപ്പും ഇതൊക്കെ ഇടുമ്പോൾ കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇടുമ്പോൾ കാണാം. അപ്പോൾ നമ്മളിതാ ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട്, കുറച്ച് നേരം സിമ്മിലാണ് അടച്ചു വെച്ചത്. അപ്പോൾ എന്തായാലും നമുക്കിത് തുറന്നിട്ട് ഇനി മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില, മല്ലിച്ചപ്പ് പുതിനയൊക്കെ ചെറുതായി അരിഞ്ഞതാണ്, കറിവേപ്പില മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഫുള്ളായിട്ട് ഇട്ടിങ്ങനെ. അപ്പോൾ അതിട്ടിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഇനി നമുക്ക് അടുത്തത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹോം മെയ്ഡ് ചിക്കൻ ഫ്രൈ അല്ല ചിക്കൻ കറി സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളെന്തായാലും ഇത് അടച്ചു വെച്ച് 2 മിനിറ്റ് കഴിയണം. 2 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇനി 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. വെച്ചിട്ട് ഒന്നും കൂടി തുറക്കുകയാണ് ടേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ നമുക്കൊരു ചെറിയ പണിയും കൂടി ഇതിലുണ്ട്. അപ്പോൾ എന്തായാലും തുറന്നിട്ട് കുറച്ച് നേരം നല്ലോണം ഇളക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ മറ്റേ ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് എന്തായാലും കുറച്ച് നേരം വെച്ചിട്ടാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴേ അതിൻ്റെ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടിട്ട് ഈ ചിക്കൻ കറി ഒന്നും ഉണ്ടാക്കാം കേട്ടോ. ചില സ്ഥലത്തൊക്കെ ആദ്യം ഞാൻ പറഞ്ഞില്ലെങ്കിൽ രണ്ടാമത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒന്ന് ഫുൾ വീഡിയോ ഒന്ന് കാണുക, എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കുക. എന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കുക. നല്ലൊരു സിമ്പിളായിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. നമ്മളെന്തായാലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത് ടേസ്റ്റിങ്ങിൽ കാണാം. ഇതാ നമ്മുടെ ചിക്കൻ കറി ഇതാ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഒന്ന് ടേസ്റ്റ് നോക്കാം. ഞാൻ എന്താ നൂൽപുട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് ഉണ്ടാവും, ഉണ്ടാവണമാണല്ലോ. കറി നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കൊരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കാം. കഷ്ണമൊക്കെ ഇതാ നല്ലോണം അടിപൊളിയായിട്ട് വെന്തുണ്ട്. ഇവിടെ ഉണ്ടോ, നല്ല ഉഷാറായിട്ട് വെന്തുണ്ട്. ഇന്ന് കഷ്ണം കൂട്ടിയൊന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ തേങ്ങയൊക്കെ അങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി വെക്കുക. എന്തായാലും ഇത് ഉണ്ടാക്കി വെക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. കഷ്ണമൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ള് കാണാം, എന്നിട്ട് ഉണ്ടാക്കിയാൽ മതി ഉണ്ടാക്കുന്നവർ. കാരണം ചില ഭാഗങ്ങളൊക്കെ ഒന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ഫുള്ള് കണ്ടിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെന്താ ഷെയർ ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. എന്നിട്ട് അവരോട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, ലൈക്ക് ചെയ്യാൻ പറയുക. പിന്നെ ബെല്ലൈക്കണുകൾ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ പറയുകയാണെങ്കിൽ അതും പറയണം കേട്ടോ. എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ടാൽ അല്ലേ നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഉണ്ടാക്കുന്ന വീഡിയോ അല്ലെങ്കിൽ പല ടൈപ്പിലുള്ള വീഡിയോ വരും. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം ബൈ.